ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. ഞാനുള്ളത് കൊട്ടിയൂരാണ്. കൊട്ടിയൂരത്തെ ഇന്നത്തെ പ്രധാന വിശേഷ ദിവസമാണ് ഇളനീര് വെപ്പാണ്. ഇളനീര് വെപ്പും ചടങ്ങുകളും ഒക്കെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. വീഡിയോ കാണുന്ന നിങ്ങളോട് ആദ്യമേ ഒന്ന് പറയട്ടെ, നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുവാനും മറക്കരുത്. നെയ്യാട്ടം കഴിഞ്ഞാൽ ഇളനീരാട്ടമാണ്. മലബാറിലെ തീയ സമുദായക്കാരാണ് ഇതിനു വേണ്ട ഇളനീരുകൾ എത്തിക്കുന്നത്. ഇതിനായി അവർ വിഷു മുതൽ വ്രതം ആരംഭിക്കുന്നു. കൂത്തുപറമ്പിന് അടുത്തുള്ള എരുവട്ടിക്കാവിൽ നിന്ന് എണ്ണയും ഇളനീരും വാദ്യഘോഷങ്ങളോടെയാണ് എത്തിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകുന്നത് എരുവട്ടി തണ്ടാനായിരിക്കും. ഇളനീർ കൊണ്ടുവരുന്നവരെ ഇളനീർ കാവുകൾ എന്നാണ് വിളിക്കുന്നത്. വടകരയിലും കൊയിലാണ്ടിയിലും ദൂരദേശങ്ങളിൽ നിന്നും മലപ്പുറത്തു നിന്നുപോലും ഇളനീർ കാവുകളുമായി കൊട്ടിയൂരിലേക്ക് ആൾക്കാർ വരുന്നു. തലശ്ശേരിയിലും പേരാവൂരും മണത്തണയിലുമുള്ള കഞ്ഞിപ്പുരകളിൽ അവർ 3-4 ദിവസം മുന്നേ വന്ന് ക്യാമ്പ് ചെയ്യുന്നു. അവിടെ നിന്നും കാൽനടയായി കൊട്ടിയൂരിലേക്ക്. അതിൽ തന്നെ മനോഹരമായ തലയിൽ അലങ്കരിച്ച തൊപ്പിപ്പാളകളും കൊണ്ട് ഉള്ള ഇളനീർക്കാവുകളെ കാണാൻ മനോഹരമായ കാഴ്ചയാണ്. അവർ കുറച്ചു ദൂരം നടന്ന് അടുത്തുള്ള ടൗണുകളിൽ കുറച്ച് സമയം വിശ്രമിച്ച് അതിനുശേഷമാണ് കൊട്ടിയൂരിലേക്ക് യാത്ര തിരിക്കുന്നത്. അവരുടെ യാത്ര തന്നെ മനോഹരമാണ്. അവരുടെ കുടുംബക്കാരും ഒപ്പം അവരെ അനുഗമിക്കുന്നു. മുന്നിലും പുറകിലുമായി 6 ഇളനീറുകൾ ഒരു തണ്ടയിൽ കെട്ടിയിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. പുഴയിലേക്ക് ഇറങ്ങരുതെന്ന് 2 വശത്തും ബോർഡ് വെച്ചിട്ടുണ്ട്. 2 വശത്തും ബോർഡ് വെക്കാൻ കാരണം പുഴയിൽ വെള്ളം കൂടി, അടിയൊഴുക്ക് കൂടി, അതുകൊണ്ടാണ് ബോർഡ് വെച്ചത്. അതുകൊണ്ട് കരയിൽ നിന്നിട്ട് കോരി കുടിക്കാനുള്ള സൗകര്യം ഭക്തജനങ്ങൾക്ക് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അക്കരെ ക്ഷേത്രത്തിൽ നിന്നുള്ള രാശിവിളിക്കു വേണ്ടി കാത്തിരിക്കുന്നു. ശ്രീഭൂതബലിയും രാത്രി ശീവേലിയും കഴിഞ്ഞ ശേഷമാണ് ഇളനീർ സമർപ്പണം തുടങ്ങുന്നത്.
കിഴക്കേ നടയിൽ നിന്ന് അകത്തേക്ക് കയറുന്ന കവാടത്തിൻ്റെ അടുത്തും ഇളനീക്കാർ തമ്പടിച്ചിട്ടുണ്ട്. കൊട്ടേരിക്കാവാണ്. കൊട്ടേരിക്കാവിൽ ഇപ്പോൾ തിരക്ക് കുറവാണ്. ഭക്തജനങ്ങളൊന്നും ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് അധികം അങ്ങോട്ട് ആരും പോകുന്നില്ല. ആയിരക്കണക്കിനായ ഭക്തജനങ്ങൾ ഇളനീർ വെൽപ്പിന്റെ കാഴ്ചകൾ കാണാൻ ഇവിടെ തടിച്ചുകൂടിയ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവഞ്ചിറയുടെ 4 ചുറ്റും ഭക്തജന ലക്ഷങ്ങൾ ഇളനീർ വെപ്പ് കാണാൻ തടിച്ചുകൂടിയ കാഴ്ചകളും നമുക്കിവിടെ കാണാം. അതിനു മുൻപ് കുറച്ച് ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകളുടെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ശീവേലി സമയത്തുള്ള കാഴ്ചകൾക്കും പ്രത്യേകതകൾ ഏറെയാണ്. പരമ്പരാഗതമായി പിന്തുടർന്നു വന്ന പനയോലകൾ കൊണ്ടുള്ള ഓലക്കുടയും ശീവേലി സമയത്ത് കുത്തുവിളക്കുകളും എല്ലാം ഇതിൽ കാണുന്ന പ്രത്യേകതകളാണ്. തിരുവഞ്ചിറയ്ക്ക് ചുറ്റുമായി ധാരാളം ഭക്തജനങ്ങൾ ഭഗവാന്റെ ശീവേലി ദർശിക്കാൻ കാത്തു നിൽപ്പുണ്ടാകും. കണ്ണിനും കാതിനും നയനമനോഹരമായ കാഴ്ചകൾ നൽകുന്ന ശീവേലി ഓരോ ഭക്തന്റെയും ആത്മനിർവൃതി കൂടിയാണ്. കൊട്ടിയൂരിൽ മാത്രമാണ് ഇത്രയും മനോഹരമായ ശീവേലികൾ കാണാറുള്ളത്.
പരിചയപ്പെട്ടില്ല, ഇതുവരെ ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്രാവശ്യം ചെയ്യണമെന്നുള്ളത്. ഇത് പാരമ്പര്യ ഊരാളന്മാർ പോകുന്നതാണ്. അപ്പോൾ ഇളനീര് വെപ്പിൻ്റെ സമയമായി അതിൻ്റെ രാശി വിളിക്കും. ഇപ്പോൾ രാശി വിളിക്കുമ്പോഴാണ് ഇളനീക്കാർ ശ്രീഭൂതബലി ഇപ്പോൾ കഴിയും. ശ്രീഭൂതബലി കഴിഞ്ഞ പാടാണ് ഇളനീര് വെപ്പിൻ്റെ രാശി വിളിക്കുക. രാശി വിളിക്കുമ്പോൾ ഇളനീര് വെപ്പിന് തട്ടും പോളയും വെക്കുന്ന ഒരു ചടങ്ങുണ്ട്. തട്ടും പോളയും വെക്കുന്ന ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമാണ് അതിലേക്കാണ് ഇളനീരുകാർ ഇളനീര് കൊണ്ട് വെക്കുന്നത്. തട്ടുമ്പോളയും വിരിച്ച് അന്നേരം തന്നെ ഇളനീര് വെക്കും. ഇളനീക്കാർ വന്നു തുടങ്ങി. മുത്തപ്പൻ വരുന്ന ചടങ്ങാണ്. ഇതാ വീരഭദ്രൻ എന്നും പറയും, മുത്തപ്പൻ എന്നും പറയും. മുത്തപ്പൻ വരുന്ന ചടങ്ങാണ് കാണുന്നത്. ഇതാ മുത്തപ്പൻ വന്ന് സ്ഥാനം നിൽക്കുവാണ്. അല്ലെങ്കിൽ പിന്നെ വീരഭദ്രൻ എന്ന് പറയും. മുത്തപ്പൻ വന്ന് നിൽക്കുന്നതാണ്. അതായത് ഇളനീര് വെച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന ഇളനീക്കാരൻ മുഴുവൻ മുത്തപ്പൻ അനുഗ്രഹം മേടിക്കാതെ അവർ പോവില്ല. അപ്പം അതാണ് മുത്തപ്പൻ വന്ന് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ ചടങ്ങ് തീരുന്നോടം വരെ മുത്തപ്പൻ അവിടെ ഉണ്ടാവും. കുടിപതികൾ തട്ടുമ്പോളയും വിരിക്കുന്ന ചടങ്ങാണ് കാണുന്നത്. തട്ടുമ്പോളയും വിരിക്കുന്ന പാടെ തന്നെ ഇളനീര് കൊണ്ടുവെക്കും. ഇളനീര് തട്ടുമ്പോളയും വെക്കുന്ന പാടെ തന്നെ ഇളനീര് ഇത് തട്ടുമ്പോളയും വിരിച്ച ഉടൻ തന്നെ ഇളനീക്കാർ അവരവർ ഇളനീര് വെച്ച് തിരിച്ചു പോകും. മുത്തപ്പൻ്റെ അനുഗ്രഹം മേടിച്ചിട്ട് തിരിച്ചു പോകുന്ന തട്ടുമ്പോളയും വെച്ചു ഇളനീര് വെക്കാൻ പോവുകയാണ്. ആദ്യ ഇളനീരാണ് സമർപ്പിക്കുന്നത്. തട്ടുമ്പോളയും വെച്ചു ഇളനീര് സമർപ്പിച്ചു. ആദ്യത്തെ ഇളനീരാണ് സമർപ്പിക്കുന്നത്. ഇളനീര് വെച്ച് തുടങ്ങി. ഇനി നേരം വെളുക്കുന്നോടം വരെ തന്നെ ഇളനീര് വെച്ചുകൊണ്ടിരിക്കും. അനുഗ്രഹമായിട്ടാണ് എല്ലാ ഇളനീർക്കാരും തിരിച്ചു പോകുക. തിരുവഞ്ചിറയിൽ മുക്കിയെടുത്തിട്ടാണ് ഇളനീര് സമർപ്പിക്കുന്നത്. അതൊരു പ്രത്യേക കാഴ്ചയാണ്. തിരുവഞ്ചിറയിൽ ഇളനീര് കാവള് മുക്കിയതിന് ശേഷമാണ് സമർപ്പിക്കുന്നത്. അതൊരു പ്രത്യേക ചടങ്ങ് പോലെ തന്നെ അവർ ചെയ്യുന്നത്. ഇളനീർക്കാവുകൾ തിരുവഞ്ചിറയിലേക്ക് ഇറങ്ങിയ പാടെ തന്നെ ഇളനീര് തിരുവഞ്ചിറയിൽ മുക്കിയെടുത്തിട്ട് 3 വലം വെച്ചിട്ടാണ് ഇളനീര് സമർപ്പിക്കുന്നത്. ഈ പ്രാവശ്യം ഇളനീര് വെപ്പ് വളരെ പതുക്കെ നടക്കുന്നത്. അതിനൊരു മെയിൻ കാരണം പിന്നെ ബാവലിപ്പുഴയിൽ കെട്ടിയിരിക്കുന്ന തടയണ പൊളിഞ്ഞിട്ടുണ്ട്. തടയണ പൊളിഞ്ഞത് കൊണ്ട് ബാവലിപ്പുഴേൻ്റെ നടപ്പാത ഇല്ല. അവിടെ ഒരു ചെറിയ പാലമുള്ളൂ. ആ ചെറിയ പാലം വഴിയാണ് കടന്നു വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ പോലീസ് കടത്തിവിടുന്നില്ല. അതുകൊണ്ടാണ് ഇത്ര പതുക്കെ ഇളനീര് വെപ്പ് തുടങ്ങിയത്. കാരണം ഇളനീര് വെച്ചിട്ട് ഈ സമയം കൊണ്ട് ഇളനീര് മുകളിലേക്ക് പോകും. ആ സമയം ആയിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ കുറവാണ്. അവിടുത്തെ തടയണ പൊളിഞ്ഞതാണ് കാരണം. 10 മണിയോടുകൂടിയാണ് ഇളനീര് വെപ്പ്
തുടങ്ങിയത്. സാധാരണ രാത്രി 12-1 മണിയാവും ഇളനീര് വെപ്പ്. ഇവിടെ ഒരു കാര്യത്തിനും സമയക്രമമില്ല. അതായത് രാശി നോക്കിയാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. രാശി നോക്കി ചെയ്യുന്നത് കൊണ്ട് തന്നെ രാശി വിളിക്കുന്ന സമയത്താണ് ഇത് ഓരോ ഇതുകളും ചെയ്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇതുണ്ടോ. ഇപ്പം തന്നെ ഇളനീര് വെച്ച് കാവുകൾ ക്ഷേത്രനടയിൽ തൊഴുത് മുത്തപ്പൻ്റെ അനുഗ്രഹവും മേടിച്ചിട്ടാണ് പോകുന്നത്. ഓരോ ഇളനീക്കാരും മാസങ്ങളായുള്ള വ്രതമാണ്. മാസങ്ങളായുള്ള വ്രതം എടുത്ത് അവർ ആ വ്രതത്തിൻ്റെ ഭാഗമായാണ് ഈ ഇളനീർ സമർപ്പണം. ഈ ഇളനീർ സമർപ്പണം എന്ന് കഴിഞ്ഞ് അവർ മുത്തപ്പൻ്റെ അനുഗ്രഹവും മേടിച്ചിട്ടാണ് മടങ്ങുന്നത്. ഭയങ്കര മഴ പെയ്യുന്നുണ്ട്. ഇപ്പം ഭക്തജനങ്ങൾ മുഴുവൻ കുടയും നിവർത്തിയാണ് ചടങ്ങ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പലരും നനഞ്ഞ് തന്നെ കാണുന്നുണ്ട്. പലരും കുട പിടിച്ചിട്ടില്ല. പലരും നനഞ്ഞ് തന്നെയാണ് ഈ ചടങ്ങ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രാവശ്യം വളരെ മഴ കൂടുതലാണ്. എല്ലാ ചടങ്ങുകൾക്കും മഴയാണ്. ഇളനീരഭിഷേകം ചെയ്യുന്നത് ഭഗവാൻ ശാന്തനാകുന്നതിൻ്റെ മുന്നോടിയാണ്. അതായത് ഇളനീരഭിഷേകം ചെയ്യുമ്പോഴാണ് കോപാകുലനായ ഭഗവാൻ ശാന്തനാകുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഈ പ്രാവശ്യത്തെ ഇളനീര് വെപ്പിനുമുണ്ട് ഒരു പ്രത്യേകത. കാരണം ബാവലിപ്പുഴയ്ക്ക് കുറുകെയുള്ള കെട്ടുകൾ തകർന്നതിനാൽ ഈ പ്രാവശ്യം ഇളനീർ വെപ്പുകാർ പാലത്തിൽ കൂടിയാണ് വന്നത്. കൂടാതെ ഇളനീർ വെപ്പുകാർ പുഴയിൽ മുങ്ങാതെ ബക്കറ്റ് കൊണ്ട് ബാവലിപ്പുഴയിൽ നിന്നും കോരി കുളിച്ചാണ് അവർ തിരുവഞ്ചിറയിൽ എത്തിയത്. ഇപ്രാവശ്യം ആർക്കും തന്നെ ബാവലിപ്പുഴയിൽ മുങ്ങിക്കുളിച്ച് ഭഗവാനെ ദർശിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടാകില്ല. അതിനുള്ള പ്രധാന കാരണം പുഴയിലെ ശക്തമായ അടിയൊഴുക്കാണ്.
അങ്ങനെ ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്കെല്ലാവർക്കും കൊട്ടിയൂരിലെ ഇളനീർവെപ്പും കാഴ്ചകളും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി എഴുതാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.